ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജേണി ഓഫ് സുനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. നമ്മുടെ പാവലയിൽ ആദ്യമായിട്ട് പിടിച്ചൊരു കായാണേ. ഞാനിതിപ്പോഴാണ് കാണുന്നത്. വളരെ സർപ്രൈസാണ്. ഈയൊരു കാ പിടിച്ചതോടുകൂടി പാവൽ വാടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. കേട്ടില്ലേ, ഇവിടെ ഇങ്ങനെ എപ്പോഴും കിളികളുടെ ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെടിയും പൂക്കളും ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുവാണ്. അതേപോലെ നമ്മുടെ കിളികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് രാവിലെ അവരിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ. നമ്മുടെ ചീരക്കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചുകൂടെ വളർന്നു വന്നപ്പോഴത്തേക്ക് അമ്മ കൊണ്ടുവന്ന് വളമിട്ടതാണ്. ഇട്ട വളം പകുതിയും ആ ഇലയിലൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഈ ചീര പെട്ടെന്ന് പൂവായി മുറ്റിപ്പോകുന്ന നേരമാണെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ നമ്മളിവിടെ നട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് തന്നെ. പിന്നെ എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കാൻ, നമ്മളെന്തായാലും പിഴുതു മാറ്റി നടാനൊന്നും പോകുന്നില്ല. ഇതാണ് എരിക്ക് ചെടി. ഇത് വെള്ളയും ഉണ്ട്, ഈ കളറും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഈ കളറേ ഉള്ളൂ, വെള്ള നമ്മുടെ വീട്ടിൽ ഇല്ല. ഇതൊരു ഔഷധ ചെടി കൂടെയാണ്. നടുവേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അമ്മ പറയുന്നത് കേൾക്കാം. നമ്മളിതിൻ്റെ പൂവെടുത്ത് മാല കെട്ടാൻ വേണ്ടി നട്ടതാണ്. നമ്മളുടെ മുറ്റത്ത് നിന്ന കാപ്പിയാണ്, ഒരു തവണ പൂത്തതാ. ആ പൂ കരിഞ്ഞിട്ട് അവിടുന്ന് തന്നെ വീണ്ടും മുട്ട് വന്ന് പൂക്കാറായി നിൽക്കുകയാണ്. നാളെ ആകുമ്പോഴത്തേക്ക് ഇത് പൂവാവും, നല്ല മണമാണ്. നമ്മളുടെ കേശവർദ്ധിനി ചെടിയൊക്കെ അടിപൊളിയായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ഒരു മഴ കിട്ടിയപ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഉഷാറായി കേട്ടോ. കേശവർദ്ധിനിയും ജമന്തിയും എല്ലാം ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ചുവപ്പ് കളർ ഇലയുള്ള ചെടി നിൽക്കുന്നില്ലേ, അതിൻ്റെ താഴെ കാണുന്നത് തോടാണ്, തോട്ടിലെ വെള്ളമാണ്. ഇന്നലെ രാത്രി ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചിത്രശലഭം രാവിലെ മുതൽ വൈകുന്ന വരെ ഈ ചെടിയുടെ പൂവിൽ ഇങ്ങനെ തേൻ കുടിക്കാനായിട്ട് വരും. ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പോവും. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ആദ്യം വന്നിരുന്ന പൂവിൽ തന്നെ വീണ്ടും വരും. കുറച്ച് കഴിഞ്ഞ് ആൾ ഇവിടുന്ന് തന്നെ എങ്ങോട്ടേലും അങ്ങ് പറന്നു പോവും. കുറേ കഴിഞ്ഞിട്ട് വീണ്ടും വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അമ്മ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, നീ വന്നിരുന്ന് തേൻ ഊറ്റി കുടിച്ചാണ് എൻ്റെ ചെടിയുടെ പൂവെല്ലാം പോയത്, എൻ്റെ ചെടി ഉണങ്ങിയതെന്നൊക്കെ. ഈ ചെടിയുടെ പൂവിൽ ഇനി ധാരാളം തേൻ ഉള്ളത് കൊണ്ടാണോ ഇയാൾ വീണ്ടും വീണ്ടും വരുന്നതെന്നും അറിയത്തില്ല. കൂട്ടത്തിൽ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം ആ പൂവിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ആശാൻ അതും കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എപ്പോഴും വന്നിങ്ങനെ ഈ ചെടിയിൽ വന്നിരിക്കുന്നത് കാണാം. ഈ ചെടിയിൽ മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് ചെമ്പരത്തി ഇപ്പോൾ ആളെപ്പോഴും ചെമ്പരത്തിയിലും പോയി തേൻ കുടിക്കുന്നത് കാണാം. ചെമ്പരത്തിയിൽ നിന്ന് തേൻ കുടിക്കാൻ ഒരു കുരുവിപ്പെണ്ണും ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. പക്ഷെ അവൾ വരുന്നതിന് മുമ്പേ ഇയാൾ പോയി തേനൊക്കെ അങ്ങ് കുടിക്കും. എന്നാലും ഈ ചിത്രശലഭത്തിൻ്റെ മോൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറയാമോ, ഇവൻ ഒരു വട്ടം തേൻ കുടിച്ച പൂവിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ചെന്നിരിക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ, നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് അവൻ ആ പൂവിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴാണ് തോട്ടിലൊരു സൗണ്ട് കേട്ട് നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പം അവിടെ ഒരു പൊന്മാൻ ഇരിപ്പുണ്ട്. ആശാൻ കുളിക്കുവാണ്. പുള്ളിക്കാരൻ എന്നും രാവിലെ തന്നെ കുളിക്കണം കേട്ടോ, അതൊരു ശീലമാണ്. ആദ്യം ഈ തോട്ടിൽ കുളിക്കാൻ വരുന്നത് ഈ പൊന്മാൻ തന്നെയാണ്. വീഡിയോ എടുക്കുന്നതൊന്നും ആൾക്ക് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ പെട്ടെന്ന് പറന്നങ്ങ് പോകും. അല്ലെങ്കിൽ ഇവരങ്ങനെ മനുഷ്യനുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന കിളികളൊന്നും അല്ലല്ലോ. ഇപ്പം തന്നെ ആൾ പെട്ടെന്ന് പറന്നു പോയിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ അനക്കം കേട്ടതായിരിക്കും. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കരിയിലക്കിളിയൊക്കെ ഇവിടുന്ന് എന്തൊക്കെയോ കൊത്തി ചകഞ്ഞ് പറക്കി തിന്നുന്നുണ്ട്. കൂടെ നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നെ ഇവരെവിടെ പോയിരുന്നാലും ഇങ്ങനെ എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടോ, നമ്മളുടെ മുറ്റത്ത് ഒരു മുന്തിരിങ്ങ കിടപ്പുണ്ടായിരുന്നേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതിനകത്തുനിന്ന് ചീത്തയായ മുന്തിരിങ്ങ എടുത്ത് കളഞ്ഞതാണ്. ഈ കിളി പോയി ആ മുന്തിരിങ്ങ എടുത്തിട്ട് ഇത് കണ്ടോ, കാലും കൊണ്ട് ചവിട്ടി പിടിച്ചൊക്കെയാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ച് കഴിക്കത്തില്ലേ, അതേപോലെ പിടിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ സാധാരണ ജീവികളൊക്കെ രണ്ട് കാലിൽ നടന്നു പോകുന്നത് പോലെ ഇവർക്കങ്ങനെ നടന്നു പോകാൻ പറ്റത്തില്ല. ഇവരെപ്പോഴും ഇങ്ങനെ ചാടി ചാടിയേ പോകത്തുള്ളൂ. കരിയിലപ്പുഴ നടന്നു പോകുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടേ ഇല്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ചാടുന്ന കാണാം. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച മൊബൈൽ ഫോണാണ്. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മൊബൈൽ ഫോണും ഇത് തന്നെയാണ്. 2010, അതായത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ കുട്ടികളെ ട്യൂഷനൊക്കെ എടുത്ത് കിട്ടിയ പൈസ സ്വരൂപിച്ച് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയൊരു ഫോണാണിത്. അതുവരെ ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ അത്യാവശ്യം കോളുകളൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിന് 1400 1500 രൂപ മറ്റോ ആയിരുന്നു ഈ ഫോണിൻ്റെ വിലയെന്ന്.
ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പം ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ മിസ് ചെയ്യുമല്ലോ. അപ്പം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ ഫോൺ വാങ്ങിച്ചത്. അന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു ഒന്ന് അയക്കുന്നത്. ഇപ്പം ഈ ഫോണൊന്ന് ഓണായി കാണാൻ വലിയൊരു ആഗ്രഹമുണ്ട്, നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ വർഷവും സ്കൂളുകൾക്ക് യുവജനോത്സവം നടത്തുന്നത് പോലെ തന്നെ കുടുംബശ്രീക്ക് കലോത്സവം ഉണ്ട്. അരങ്ങ് എന്നാണ് അത് അറിയപ്പെടുന്ന പേര്. അപ്പം ഞാൻ 2024-ലും 2025-ലും ഞാൻ അരങ്ങിൽ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഞാൻ പങ്കെടുത്ത എല്ലാ മത്സരങ്ങൾക്കും 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഒരൈറ്റത്തിന് 2ാം സമ്മാനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടിയ മൊമെൻ്റുമാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതൊന്നും ഒന്നുമല്ല, ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് വലിയ വലിയ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. എന്നാലും എൻ്റെ ഒരു ചെറിയ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം കാണിക്കുകയാണ്. ഇതെനിക്ക് ചുമതലയുള്ള ഒരു വാർഡിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹാദരവാണ്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു മൊമെൻ്റം, അതും ഒരു വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിപ്പോൾ കൈ കിട്ടിയിട്ടൊരു 2 വർഷത്തോളം ആകുന്നു. അപ്പം അന്നത്തെ എന്നെയും ഇന്നത്തെ എന്നെയും കണ്ടോ, അന്നുള്ളതിനെക്കാട്ടി ഞാൻ കുറച്ചുകൂടെ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ് ഇത്, കൈ വാങ്ങിച്ച നിമിഷം. നമ്മൾ ശരിക്കും ഈ സ്കൂൾ തലത്തിലൊക്കെ നല്ല ഒരുപാട് മികച്ച കലാപ്രതിഭകളൊക്കെ ഉണ്ടാവും. അവർ കോളേജ് തലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ശരിക്കും പറഞ്ഞാൽ ഈ അരങ്ങെന്ന് പറയുന്ന പ്രോഗ്രാം മത്സരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മത്സരങ്ങൾ പോയിരുന്ന് കാണുകയും ചെയ്യും. നല്ല പ്രായമുള്ള അമ്മമാരൊക്കെ വന്ന് നാടോടി നൃത്തവും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് കാണുമ്പം ശരിക്കും ഭയങ്കര അതിശയം തോന്നാറുണ്ട്. നമുക്ക് മൊമെൻ്റം വെക്കാനുള്ള ഷോക്കേസ് ഒന്നും ഹാളിലില്ല. ഷോക്കേസ് പണിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനൊരു പടി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ മൊമെൻ്റമൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര അഭിമാനവുമാണ്. ഞാനിപ്പോൾ 2 വർഷം കൊണ്ടേ മത്സരിക്കുന്നുള്ളൂ. എന്നേക്കാൾ മുമ്പേ മത്സരിച്ച് തുടങ്ങിയവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. നമ്മളിതേ മൊമെൻ്റമൊക്കെ കാണിച്ച് വന്നപ്പോഴത്തേക്കും മഴയങ്ങ് വീണു. ഉച്ച സമയത്താണ് നല്ല അടിപൊളി മഴ, കൂടെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. എനിക്ക് ഇടിയും മിന്നലും നല്ല പേടിയാണ്. പക്ഷേ ഈ മഴ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഉള്ള കാഴ്ചയെന്ന് പറയുന്നത് നല്ല രസമാണ്. ഇടി വെട്ടുമ്പോഴെല്ലാം ഞാൻ അമ്മയെ പിടിച്ച് എൻ്റെ അടുത്തിരുത്തും. ഇത്തവണ ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ എന്നെ ഇവിടുന്ന് വഴക്ക് പറയുകയാണ്, പ്രായം കുറേ ആയില്ലേ പെണ്ണേ, ഇനിയെങ്കിലും ഈ പേടിയൊക്കെ അങ്ങ് കളഞ്ഞൂടായോ എന്നൊക്കെ പറഞ്ഞിട്ട്. വീടിനുള്ളിൽ ഇരുന്നുകൊണ്ട് പുറത്തെ മഴക്കാഴ്ചകൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.